പ്രിയപ്പെട്ട ഞങ്ങളുടെ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ സ്നേഹാദരങ്ങളോടെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ ജി ഗംഗാധരൻ നായർ 1940 ഏപ്രിൽ 10 ഗോവിന്ദപിള്ളയുടെയും പാറക്കുട്ടി അമ്മയുടെയും മൂത്ത പുത്രനായി തിരുവനന്തപുരം ജില്ലയിലെ വട്ടപ്പാറയിൽ ജനനം. മീനസൂര്യനെ പോലെ തിളക്കമാർന്ന ഒരു കുഞ്ഞു ബാലകൻ. ഗംഗാധരൻ എന്ന പേര് അന്വർത്ഥമാവുന്ന ഗൗരവവും ശാന്തതയും ഒത്തുചേർന്ന ഭാവമായിരുന്നു അച്ഛന് കുട്ടിക്കാലം മുതൽക്ക് തന്നെ എന്ന് അച്ഛൻ്റെ അമ്മ പറയാറുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട്. അത് വെറും കേട്ടുകേൾവിയല്ല എന്നത് എൻ്റെ ബാല്യം മുതൽ അറിഞ്ഞതുമാണ്. എത്രയേറെ കണിശക്കാരനായിരുന്നുവോ അത്ര തന്നെ ഹൃദയവിശാലതയും സ്നേഹവും നിറഞ്ഞ ഒരു വ്യക്തിത്വം. ചെറുപ്രായത്തിൽ തന്നെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ പ്രാപ്തിയുണ്ടായിരുന്ന ആളായിരുന്നു അദ്ദേഹം. പഠനത്തോടൊപ്പം തന്നെ വീട്ടിലെ സ്ഥിതിഗതികൾ മുടക്കമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പിതാവിൻ്റെ മരണശേഷം അമ്മയ്ക്ക് തുണയായി, ഇളയ സഹോദരങ്ങൾക്ക് നാഥനായി പ്രൗഢിയോടെ നിലകൊണ്ടു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബോട്ടണിയിൽ ബിരുദം നേടിയതിനു ശേഷം BEd ബിരുദവും നേടി. ചെറിയ പ്രായത്തിൽ തന്നെ, അച്ഛൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കൊച്ചു പയ്യനായിരുന്നപ്പോൾ തന്നെ അധ്യാപകനായി ജോലി നേടി. ഇതിനിടയിൽ ഈ ഗൗരവക്കാരൻ്റെ മനസ്സിൽ ഒരു ചെറിയ റൊമാൻസ് ഉണ്ടായിരുന്നു എന്നത് അച്ഛൻ ഞങ്ങളോട് പറയാത്തൊരു സത്യം. അത് എൻ്റെ അമ്മയോട് തന്നെയായിരുന്നു. ജോലിയൊക്കെ നേടിക്കഴിഞ്ഞപ്പോൾ തൻ്റെ ഇടത്തോടെ അമ്മയെ പെണ്ണ് ചോദിക്കാൻ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് അച്ഛനെത്തി. ധൈര്യത്തോടെ ചോദിക്കുകയും ചെയ്തു. ഒരു തരി പൊന്നുപോലും ചോദിക്കാതെ അമ്മയെ 1968 സെപ്റ്റംബർ 8 വിവാഹം ചെയ്തു. അന്നു മുതൽ ഇണപിരിയാത്ത കിളികളെ പോലെയായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും. വിവാഹത്തിനു മുമ്പ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലായിരുന്നു അച്ഛൻ്റെ അധ്യാപന ജോലി. അവിടുത്തെ കഥകൾ സിനിമ കാണുന്ന രസത്തിൽ കേട്ടിരിക്കുമായിരുന്നു ഞങ്ങൾ. പേരക്കുട്ടികൾക്കും ആൻഡമാൻ കഥകൾ പറഞ്ഞു കൊടുക്കുക അച്ഛൻ്റെ ശീലമായിരുന്നു. കപ്പൽ യാത്രയും ദ്വീപിലെ സ്കൂളും അവിടുത്തെ ജനങ്ങളും എല്ലാം. അതും അന്നത്തെ കാലത്ത്. അതൊക്കെ പറഞ്ഞു തരാൻ അച്ഛന് ഇപ്പോഴും എപ്പോഴും ഉത്സാഹം തന്നെയായിരുന്നു. കേട്ടിരിക്കാൻ ആളെ കിട്ടണമെന്ന് മാത്രം. കല്യാണത്തിൻ്റെ ആദ്യനാളുകൾ വയനാടായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നത്. അന്ന് വയനാട് ജില്ല കണ്ണൂരിൻ്റെ ഭാഗമായിരുന്നു എന്ന് അച്ഛൻ പറയുമായിരുന്നു. വയനാട് പനമരം സ്കൂളിലായിരുന്നു അച്ഛൻ്റെ ജോലി. അവിടെ അച്ഛനും അമ്മയും താമസിച്ചിരുന്നത് ഒരു ശിഷ്യൻ്റെ വീട്ടിലായിരുന്നു, ഭക്തി നിവാസ് എന്ന വീട്ടിൽ. അച്ഛൻ്റെ വയനാട്ടിലെ ശിഷ്യരിൽ ഇപ്പോഴും അച്ഛനോട് ബന്ധം നിലനിർത്തിയിരുന്ന ഒരാളാണ് ശ്രീ രാജേന്ദ്ര പ്രസാദ് ജി. അവരുടെ വീട്ടിലായിരുന്നു അച്ഛനും അമ്മയും താമസിച്ചിരുന്നത്. വയനാടൻ കഥകൾ പറയാൻ അച്ഛനോടൊപ്പം അമ്മയും കൂടും. രണ്ടുപേരും വായ തോരാതെ പറയും. അവിടുത്തെ സ്കൂള്, സാറന്മാർ, കുട്ടികൾ, പിന്നെ പ്രസാദ് ജി, അവരുടെ കുടുംബ വീട്, അദ്ദേഹത്തിൻ്റെ സഹോദരൻ, സഹോദരി, എല്ലാവരും കഥാപാത്രങ്ങളാവും. അവരൊക്കെ ഞങ്ങളുടെ മനസ്സിൽ വന്ന് നിറയും. ഇത്രയേറെ വർഷങ്ങളായിട്ടും മുറിയാതെ തുടരുന്ന ഗുരുശിഷ്യ ബന്ധം ഇന്നത്തെ തലമുറയ്ക്ക് സ്വപ്നം മാത്രം. വയനാടൻ കഥകൾ ഒരുപാട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അച്ഛൻ്റെയും അമ്മയുടെയും ഇഷ്ടവിനോദമാണ്. അതൊക്കെ കേട്ടിരിക്കാനും നല്ല രസമായിരുന്നു. അമ്മയ്ക്ക് ജോലി ലഭിച്ചതോടുകൂടി അവരുടെ ജീവിതം പുഷ്ടിപ്പെട്ടു തുടങ്ങി. അങ്ങനെ ജോലി സംബന്ധമായി രണ്ടാളും പാലക്കാടൻ മണ്ണിലെത്തി.
വെറും ഒരു പെട്ടിയുമായാണ് അച്ഛനും അമ്മയും പാലക്കാട് വന്നിറങ്ങിയത് എന്ന് അമ്മ ഈ അടുത്ത് പോലും ഞങ്ങളോട് പറയുകയുണ്ടായി. അവിടെ നിന്നും ആരംഭിക്കുകയായിരുന്നു യഥാർത്ഥ ജീവിതം. ഞങ്ങൾ മക്കളോടൊപ്പം 2 പെൺകുട്ടികൾ എന്നത് അവരുടെ കുറവായി പലരും പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ അച്ഛന് അതൊക്കെ നിസ്സാരമായിരുന്നു. ഒരു കുറവും അറിയാതെ, അല്ലെങ്കിലും കുറവൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. പതിയെ പതിയെ വാടക വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് ഞങ്ങളുടെ താമസം. പാലക്കാട് ജില്ലയിലെ ഏറ്റവും മുന്തിയ സ്കൂളുകളിൽ ഒന്നായ കാണിക്കമാത സ്കൂളിലാണ് ഞങ്ങളെ അച്ഛൻ വിദ്യാഭ്യാസത്തിനായി അയച്ചത്. പാലക്കാട് സിവിൽ സ്റ്റേഷൻ്റെ പിറകിൽ ഐശ്വര്യ എന്ന വീട്ടിൽ ഞങ്ങളുടെ ജീവിതം ഓർമ്മിക്കാൻ ഒരുപാടുണ്ട്. കാണിക്കമാത സ്കൂളിലേക്കുള്ള ഞങ്ങളുടെ ഓട്ടം, പഠനം, അച്ഛൻ്റെയും അമ്മയുടെയും ജോലി തിരക്ക്, പടിപടിയായി ഉയരുന്ന ജീവിത സൗകര്യങ്ങൾ, ഞങ്ങളുടെ കോളേജ് പഠനം, അമ്മയുടെ മംഗലാപുരം ട്രാൻസ്ഫർ, അമ്മയുടെ വോളണ്ടറി റിട്ടയർമെൻറ്റ്, അച്ഛൻ്റെ വിരമിക്കൽ, ചേച്ചിയുടെ കല്യാണം, മിട്ടുവിൻ്റെ ജനനം, എൻ്റെ വിവാഹം, കുട്ടികൾ, എത്ര വേഗം വർഷങ്ങൾ കടന്നുപോയി. ഇതിനിടയ്ക്ക് സന്തോഷവും സങ്കടവും നിറഞ്ഞ ദിനങ്ങൾ പലതുമുണ്ടായി. പ്രതിസന്ധികൾ ഒരുപാട്. അതില്ലാത്ത കുടുംബങ്ങൾ ഉണ്ടാവില്ലല്ലോ. പക്ഷേ എല്ലാത്തിനും കരുത്തായി എൻ്റെ അച്ഛൻ. അച്ഛനുണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു ഞങ്ങൾ മക്കളും, പിന്നെ ഞങ്ങളുടെ അമ്മയും. പാലക്കാട് സിവിൽ സ്റ്റേഷന് പിറകിലെ ഐശ്വര്യ എന്ന വീടിന് ശേഷം പാലക്കാട് ജില്ലയിലെ കല്ലേക്കുളങ്ങരയിൽ ഗംഗാപത്മം എന്ന പേരിൽ അച്ഛൻ മറ്റൊരു വീട് നിർമ്മിക്കുകയുണ്ടായി. എല്ലാ വെക്കേഷനും മക്കളും ഭർത്താവും ഒന്നിച്ച് എനിക്ക് ഓടി എത്താനുള്ള മറ്റൊരു താവളം. എന്തിനും ഏതിനും അച്ഛൻ്റെ താങ്ങ് പ്രതീക്ഷിച്ച് സത്യത്തിൽ ഒന്നിനും കഴിവില്ലാത്തവരായി പോകുമോ എന്നും തോന്നിയിട്ടുണ്ട്. അച്ഛൻ്റെ കരുതൽ ആവശ്യത്തിലും കൂടുതൽ ആയിരുന്നു ഞങ്ങൾക്ക്. എത്രയേറെ മുതിർന്നിട്ടും ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും അച്ഛൻ്റെ അടുത്ത് വന്നാൽ അവിടെ നമുക്ക് ആശ്വാസം കിട്ടും എന്ന് ഏറെ വിശ്വസിച്ചിരുന്നു ഞാൻ. വാർദ്ധക്യം അച്ഛനൊരു പ്രശ്നമല്ലായിരുന്നു എങ്കിലും വാർദ്ധക്യ സഹജമായ ചില അസുഖങ്ങൾ അച്ഛനെ വല്ലാതെ അലട്ടിയിരുന്നു. അത് കാരണം മക്കളുടെ അടുത്തേക്ക് താമസം മാറ്റാൻ തന്നെ അച്ഛൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞങ്ങളുടെ ഗ്രാമമായ അലനല്ലൂരിൽ തന്നെ ഞങ്ങളുടെ വീടിനടുത്ത് ഒരു കുഞ്ഞ് വീട് പണിത് അവിടേക്ക് അച്ഛനും അമ്മയും കൂടി താമസം മാറ്റിയത്. പത്മഗംഗ എന്ന ആ കുഞ്ഞു വീട്ടിൽ ഞങ്ങൾക്കും തണലായി അച്ഛനും അമ്മയും. അച്ഛൻ ഞങ്ങളെ വിട്ടു പോകും വരെയും അച്ഛൻ്റെ തണൽ ഞങ്ങൾക്കുണ്ടായിരുന്നു എന്നതാണ് സത്യം. ഓരോ നിമിഷവും മക്കളോട് മാത്രമല്ല മരുമക്കളോടും പേരക്കുട്ടികളോടും അങ്ങനെ തന്നെയായിരുന്നു അച്ഛൻ. പലപ്പോഴും അതിൻ്റെ പേരിൽ അച്ഛനോട് വഴക്കിട്ടിട്ടുണ്ട് ഞങ്ങൾ. അച്ഛൻ്റെ കരുതൽ ഒരു തരത്തിൽ ഞങ്ങളുടെ സ്വാതന്ത്ര്യം കെടുത്തുന്നതായി തോന്നിയ സമയങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ആലോചിക്കും അച്ഛൻ്റെ കയർക്കൽ സ്നേഹത്തിൻ്റെ മറ്റൊരു മുഖമായിരുന്നു എന്ന്. കാർക്കശ്യവും കൃത്യനിഷ്ഠതയും വിടാതെ കൊണ്ടു നടന്ന അച്ഛൻ്റെ ഔദ്യോഗിക ജീവിതം പലർക്കും മാതൃകയായിരുന്നു. ഈ കർശന സ്വഭാവം ചിലർക്കൊക്കെ അത്ര പ്രിയം ആയിരുന്നില്ല എന്നും കേട്ടിട്ടുണ്ട്. ജീവിതം നല്ല രീതിയിൽ ജീവിക്കുന്നത് മാത്രമല്ല നാളേക്ക് വേണ്ടി കരുതേണ്ടത് കൂടിയാണ് എന്ന് അച്ഛൻ ഞങ്ങളെ മാത്രമല്ല അച്ഛൻ്റെ ചില സുഹൃത്തുക്കൾക്കും പഠിപ്പിച്ചിരുന്നു. അത് പാലിച്ച ചിലർ ഇന്നും അച്ഛനെ സ്നേഹത്തോടെ ഓർക്കുന്നുണ്ട്. ഞങ്ങൾ മക്കൾക്കും ഇത് വലിയ പാഠം തന്നെയായിരുന്നു. പ്രായത്തിൻ്റെ ക്ഷീണം അച്ഛനെ പിടികൂടി തുടങ്ങിയ സമയത്തും ഞങ്ങൾക്ക് അച്ഛൻ്റെ തണൽ പലപ്പോഴും ആശ്വാസം നൽകിയിരുന്നു. രോഗങ്ങൾ പലതും ആ ശരീരത്തെ ക്ഷീണിപ്പിച്ചിരുന്നുവെങ്കിലും തളരാത്ത മനസ്സ് ഞങ്ങൾക്ക് ബലം നൽകി. ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്ത പോലെ തന്നെ പേരക്കിടാങ്ങളുടെ വിദ്യാഭ്യാസവും നല്ലതാവണം എന്നും അവരും നല്ല നിലയിൽ എത്തണമെന്നും അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു.
ചേച്ചിയുടെ മോൻ മിട്ടുവിന് MBA പഠനത്തിന് ശേഷം ആമസോൺ കമ്പനിയിൽ സാമാന്യം നല്ല ജോലി കിട്ടിയപ്പോൾ ഏറെ ആഹ്ലാദിച്ചതും അഭിമാനിച്ചതും എൻ്റെ അച്ഛനായിരുന്നു. തുടർന്ന് എൻ്റെ 2 പെൺമക്കൾക്കും MBBSന് അഡ്മിഷൻ ലഭിച്ചത് അച്ഛന് വളരെയധികം ആഹ്ലാദവും അഭിമാനവും നൽകിയിരുന്നു. അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ അച്ഛൻ കാണിച്ച ആവേശം യാത്രാമൊഴിയുടെ ഭാഗമായിരുന്നു എന്ന് ഒട്ടും കരുതിയില്ല. എനിക്ക് ഹയർ സെക്കൻഡറിയിലേക്ക് പ്രൊമോഷൻ ലഭിച്ചപ്പോൾ ഏറെ സന്തോഷിച്ചത് അച്ഛനായിരുന്നു. സാമ്പത്തികമായി മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പഠിച്ചതിനനുസരിച്ച് ജോലി ചെയ്യുന്നത് ജീവിതത്തിൽ നല്ലതാണ് എന്ന് അച്ഛൻ എന്നെ ഉപദേശിച്ചു. പക്ഷേ സീനിയർ പ്രൊമോഷൻ ലഭിച്ച് കണ്ണൂരിലെത്തിയപ്പോൾ അത് അച്ഛന് വലിയ വേദനയായി. അവിടെ എനിക്ക് സന്തോഷത്തോടെ ജോലി ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടായത് അച്ഛനെ വളരെ ദുഃഖിതനാക്കി. എന്നെ നാട്ടിലെത്തിക്കാൻ ഈ പ്രായത്തിലും ഒരുപാട് അച്ഛൻ തന്നെ ശ്രമിച്ചു. പിന്നീട് ജോലിയാവുമ്പോൾ പലതും നേരിടണം എന്ന് എന്നെ ഉപദേശിക്കുകയും ചെയ്തു. പാലക്കാട് സിവിൽ സ്റ്റേഷന് പിറകിലെ ഐശ്വര്യ എന്ന വീടും കല്ലേക്കുളങ്ങരയിലെ ഗംഗാപത്മം എന്ന വീടും വിട്ട് അച്ഛൻ അലനല്ലൂർ എന്ന ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് പത്മഗംഗ എന്ന വീട്ടിലേക്ക് എത്തിയത് അമ്മയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഇത് പലപ്പോഴും അച്ഛൻ പറയാതെ പറഞ്ഞിരുന്ന ഒരു സത്യം. വാർദ്ധക്യത്തിൽ അവനവനിലേക്ക് ഒതുങ്ങിക്കൂടാതെ പിന്നെയും പിന്നെയും തൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ള കടമകൾ നിർവഹിക്കാൻ മനസ്സ് കാണിച്ചിരുന്ന അച്ഛൻ. സ്വന്തം കടമകൾ ഏത് പ്രായത്തിലും കൃത്യമായി ചെയ്യണമെന്ന വാശിയാണ് അച്ഛൻ്റെ മനഃശക്തി. മരണം വരെയും സ്വന്തം കടമകൾ കൃത്യമായി പാലിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ അത് അച്ഛനെ താഴ്ത്തുന്നത് പോലെയാണ്. കാരണം മരണശേഷവും തൻ്റെ ഭാര്യയെയും മക്കളെയും അവരോട് ചെയ്യേണ്ട കടമകൾ എന്ന് കരുതി മുൻകരുതൽ എടുത്ത് ഈ ലോകം വിട്ടുപോയതാണ് എൻ്റെ അച്ഛൻ. അമ്മയും മക്കളായ ഞങ്ങൾക്കും സ്നേഹവും മാത്രമല്ല അച്ഛൻ നൽകിയത്, അഭിമാനത്തോടെ ജീവിക്കാൻ, ബാധ്യതകളില്ലാതെ ജീവിക്കാൻ ഉള്ള സകലതും നൽകി ആർക്കും ഒരു കടവും ബാക്കി വയ്ക്കാതെ ആ മീനസൂര്യൻ പതിയെ മടങ്ങി. എന്നും ഞങ്ങൾക്ക് അച്ഛൻ്റെ താങ്ങും തണലും ഉണ്ടാകും എന്ന വിശ്വാസം ഞങ്ങളിൽ തീർച്ചയായും എന്നും ഉണ്ടായിരിക്കും. അച്ഛൻ എന്ന വലിയ സത്യത്തിന് മുന്നിൽ തൊഴുകൈകളോടെ ഇന്നും ഈ മക്കൾ. മരിക്കുന്നതിന് 11 ദിവസം മുമ്പായിരുന്നു ഞങ്ങളുടെ അച്ഛൻ്റെ 83-ാം പിറന്നാൾ. മീനമാസത്തിലെ മൂലം നക്ഷത്രം. പിറന്നാൾ ആഘോഷങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം നൽകാത്ത ആളായിരുന്നു അച്ഛൻ. എങ്കിലും ഞങ്ങൾ ചെറിയ തോതിൽ കുടുംബത്തോടൊപ്പം പിറന്നാൾ ആഘോഷിച്ചു. ഇത് അച്ഛൻ്റെ അവസാനത്തെ പിറന്നാൾ ആണെന്ന് അറിയാതെ തന്നെ. അച്ഛൻ്റെ മരണശേഷം അച്ഛൻ്റെ ഡയറി പരിശോധിച്ചപ്പോൾ അതിൽ അച്ഛൻ്റെ ഓരോ പിറന്നാൾ ആഘോഷങ്ങളും മക്കൾ വന്നതിൻ്റെ സന്തോഷവും മക്കൾ വരാതിരുന്നതിൻ്റെ ദുഃഖവും രേഖപ്പെടുത്തിയതായി കാണുകയും ചെയ്തിരുന്നു. അങ്ങനെ 83-ാം പിറന്നാൾ ആഘോഷത്തിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ അച്ഛൻ പതിയെ വിടവാങ്ങി. ആശുപത്രി കിടക്കയിൽ അച്ഛൻ്റെ കൈകൾക്കുള്ളിൽ വെച്ച എൻ്റെ വിരലുകളിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് നിറകണ്ണുകളോടെ അച്ഛൻ എന്നോട് പറഞ്ഞത് അതിവിടെ പറയാനുള്ളതല്ല, എനിക്ക് ജീവിതത്തിൽ ചെയ്തു കാണിക്കാനുള്ളതാണ്.